മുടിയൊക്കെ വളർന്നു കേട്ടോ. അപ്പോൾ സുന്ദരനായി, മുടിയൊക്കെ വളർന്ന് ശുണ്ടുകുട്ടനായി. എൻ്റെ മണിയെ, തങ്കുമണിയേ, സുന്ദരൻ്റെ മുഖം നോക്കട്ടെ. മണ്ണാണല്ലോ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര തണുപ്പാണ്. രാവിലെ എല്ലാ ദിവസവും തണുപ്പുണ്ട്, പക്ഷെ എന്തോ ചെറുതായിട്ട് കുറച്ച് തണുപ്പ് കൂടുതലുള്ള പോലെ തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് ദോശയും എഗ്ഗ് റോസ്റ്റും ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാധാരണ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ മസാലയിൽ തക്കാളി എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ കുറച്ച് തക്കാളി ചേർക്കും കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കണേലൊന്നും അത് അങ്ങനെ തക്കാളിയും ചേർക്കണേ കണ്ടിട്ടില്ല. പക്ഷേ അതിന് നല്ലൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതിനുള്ളത്. എന്നാലും ഞാനൊരു തട്ടിക്കൂട്ട് എഗ്ഗ് റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് അധികം പണിയുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡനിലെ ജമന്തി പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കുക, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പരിപാടിക്ക് പോകാമെന്നൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ എഗ്ഗ് റോസ്റ്റിൻ്റെ ചട്ടി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഗോതമ്പ് ദോശ ചുടുമ്പോൾ മുകളിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിലും മരുന്നേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് ഇഷ്ടം. എണ്ണയാക്കാതെ ഉള്ള ഗോതമ്പ് ദോശ രണ്ടുപേർക്കും കഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതേ ഗോതമ്പ് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശയും എഗ്ഗ് റോസ്റ്റും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ അരുണേട്ടനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അരുണേട്ടൻ വന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള ചായ കൂടിയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഗോതമ്പ് ദോശയും മുട്ടക്കറിയും മുട്ട റോസ്റ്റ് എന്നൊക്കെ പറയാം. അതൊക്കെ കഴിച്ചു. അരുണേട്ടൻ കഴിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര കാറ്റിൻ്റെ സൗണ്ടായിരിക്കും. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് ഈ റോസ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉണ്ടാവും ഈ റോസ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പ് ഞാൻ മുറിച്ചൊന്ന് പാകിയിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു റോസ അധികം പിടിക്കത്തില്ല വിചാരിച്ചിട്ട് ഈ റോസയും അതേപോലെ തന്നെ വേറെ ഇത് കണ്ടോ, വലിയ ഇലയുള്ള വേറെ റോസ് ഞാനിതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിന്ന് ഇളക്കി മാറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഇതുണ്ടോ, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഇത് ഇളക്കിയെടുത്താൽ ഇതിൻ്റെ എന്താ പറയുക, വേരൊക്കെ പൊട്ടിപ്പോകുമെന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ശരിയാക്കണം. ഇല്ലെങ്കിൽ എല്ലാ റോസയും കൂടെ ഒരൊറ്റ ചട്ടിയിൽ വളരും കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും അത് മാറ്റാൻ പേടിയാണ്, കാരണം കേട് വന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പൂവ് ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് ആ പൂവ്. ഉണ്ടല്ലോ, എന്തോ ഒരു കാറ്റാണെന്നറിയോ. ഈ കാറ്റ് ഇങ്ങനെ അടിച്ചിട്ടാണ്ട് നമ്മളെ ചെടികളൊന്നും അധികം വലുതാവാത്തത്. ഇതിൻ്റെ പൂവിൻ്റെ കളറുണ്ട്. ഷെയ്ഡിലേക്ക് എടുത്ത് മാറ്റിയപ്പോൾ ഈ പൂവിന് നല്ല കളറുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഇതിന് ഇത്ര കളർ ഉണ്ടാവില്ല, ഒരു മങ്ങിയ പോലെയാണ് നിൽക്കുക. പക്ഷെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ഇനിയും ഒരുപാട് മൊട്ടുണ്ടാവുന്നുണ്ട്. ഇതിന് വാടി അല്ലെങ്കിൽ ഈ പൂവ് കഴിയാനാകുമ്പോൾ അത് ഈ ഒരു കളറിലേക്ക് മാറും കേട്ടോ, വെള്ള കളറിലേക്ക് മാറും. കണ്ടോ, ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ടോ. ഇത് ആദ്യം ഉണ്ടായ പൂവാണ്. ഇപ്പോൾ ഉള്ള പൂക്കളുണ്ട് ഇങ്ങനെ നല്ല കളറിൽ നിൽക്കുന്നത്. അപ്പോഴേ ഞാൻ മെയിനായിട്ട് ഇറങ്ങിയത്, ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ജമന്തി കണ്ടോ, എല്ലാം പൂത്ത് ഇപ്പം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊന്നും അങ്ങോട്ട് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് ഇത് ശരിയാക്കുന്ന പണിയിലേക്ക് പോവാമല്ലേ. പക്ഷെ ഇതിന് പൂവുണ്ടോ, എന്ത് ഭംഗിയാണ്. എൻ്റെ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു ഏരിയ തന്നെയായിരിക്കും കേട്ടോ ഈ ജമന്തി പൂത്ത് നിൽക്കുന്ന സ്ഥലം. ഇതിലൊക്കെ പ്രാണികളുണ്ട് കേട്ടോ. നമ്മൾ ഒരു പൂവും ഡയറക്റ്റ് ചെന്ന് മണത്ത് നോക്കരുതേ. നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് പ്രാണികളുണ്ടാവും കേട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് റോസ മണക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇങ്ങനെ ഡയറക്റ്റ് പോയി മണക്കരുത്, ഇതിൽ പ്രാണികളുള്ളത് കാണില്ല.
അത് നേരെ മൂക്കിക്ക് പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാനിങ്ങനെ ഡയറക്റ്റ് പോയിട്ട് പൂവ് മണക്കാറില്ല കേട്ടോ. ഇതുണ്ടല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല, ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ പൂവിലുണ്ടാവും. നല്ല ഭംഗിയുള്ള പൂവല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടുന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാറായിരുന്നു കേട്ടോ. പക്ഷേ 2 തവണ നമ്മുടെ നമ്മുടെ കുക്ക് തുടച്ചപ്പോൾ ആ കുപ്പി പൊട്ടിപ്പോയി താഴെ ചാടിയിട്ട്. അതിന് ശേഷം ഞാൻ അങ്ങനെ വെക്കുന്നത് നിർത്തി. എന്താ വെച്ചാൽ കയ്യിലുള്ള ഭംഗിയുള്ള പൂക്കളെല്ലാം ഭംഗിയുള്ള കുപ്പികളെല്ലാം പൊട്ടിപ്പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി കേട്ടോ. നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. ഞാനേതായാലും കത്രിക ഒന്ന് എടുത്ത് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ഉണങ്ങിപ്പോയതല്ല, ഒരുപാട് പൂക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം. ഒക്കെ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഉണങ്ങിയതാണ്. ഇത് നന്നായിട്ടൊന്ന് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നന്നായിട്ട് പൂടും. കാരണം ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ. ഒട്ടുമിക്ക എല്ലാ പൂക്കളും തണുപ്പ് സമയത്താണല്ലോ നല്ലോണം, എല്ലാ ചെടികളും തണുപ്പ് സമയത്താണല്ലോ നല്ലോണം പൂവിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ സമയത്ത് വെട്ടി നിർത്തിയാൽ നന്നായിട്ട് പൂവിടും. ഇച്ചിരി പണിയുണ്ട് കേട്ടത്. ഞാനിതേപോലെ വെട്ടി നിർത്തിയതാണ് ആ മഞ്ഞ ജമന്തി. അത് പക്ഷെ നന്നായിട്ട് പൂവിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പം. കണ്ടോ, നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ഈ പൂവ് കണ്ടോ, നല്ല പൂവ് കണ്ടോ. ഇത് മുറിഞ്ഞു പോന്നു. ഇതാണ് സങ്കടം. അതാണ് വെട്ടി നിർത്താനുള്ളൊരു മനസ്സ് വരാത്തത്. ആദ്യം ഞാൻ വിചാരിച്ച് ഈ ഉണങ്ങിയ ഭാഗം മാത്രം വെട്ടിക്കളയാം, ബാക്കിയുള്ളത് അവിടെ നിർത്താമെന്ന് വിചാരിച്ചേ. അങ്ങനെ വെട്ടി വന്നപ്പോൾ ഒട്ടുമിക്ക എല്ലാ ചെടിയും അതായത് ആ ചെടീൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വെട്ടേണ്ടി വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നിച്ചങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു. അതായത് ആ ഒരു മഞ്ഞ ജമന്തി നിൽക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വെട്ടി നിർത്തിയതാണ്. ഇപ്പം അതിലൊരുപാട് പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയും അതേപോലെ എല്ലാം വെട്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പോൾ അതേ ഞാൻ ജമന്തി എല്ലാം വെട്ടിയിട്ടോ. ഫുള്ള് ഉണങ്ങി നിൽക്കുമായിരുന്നു, പൂക്കളൊക്കെ പോയിട്ട് ഒരു ഉഷാറില്ലാതെ. അപ്പോൾ ഇത് നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഈ കമ്പുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിയിൽ തൈകളുണ്ട്, കേടൊന്നും പോകുന്നില്ല. ഒരുപാട് തൈകൾ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വെട്ടിയിട്ടതാണ്. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ജമന്തീൻ്റെ തണ്ട് നട്ടാൽ മുളയ്ക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കളയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വേറെ മാറ്റി നടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജമന്തിനെ വെട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെട്ടിയൊരു ജമന്തി ആയിരുന്നു ഈ മഞ്ഞ കേട്ടോ. നിങ്ങൾക്കറിയാം, ഇത് നല്ല ഹൈറ്റിൽ വന്നൊരു ജമന്തി ആയിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ പൂക്കളുണ്ട് ഇതിലത്തെ. ഇങ്ങനെ പ്രൂൺ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ചെടി പൂവിടും. ഇവിടെ നെൽസിന് ഇവിടെ ഓരോ ചെടിക്ക് ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ വെട്ടിയിട്ടിട്ടുള്ള ജമന്തീൻ്റെ അതായത് നല്ല ഭാഗങ്ങളുണ്ടല്ലോ, നടാൻ പറ്റിയ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കമ്പ് നട്ടാൽ ജമന്തി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ 2 കമ്പ് നട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ എല്ലാം മുളച്ച് വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും വെറുതെ കളയണ്ട, വലിച്ചെറിയണ്ടെന്ന് വിചാരിച്ചിട്ട് നടാൻ പാകത്തിലുള്ള കുറച്ച് കമ്പുകളൊക്കെ അതേ ഞാൻ വെട്ടി ശരിയാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ജമന്തീൻ്റെതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചപ്പും ചവറുകളൊക്കെ ദേ ഇവിടെ കിടക്കുന്നു. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അതേപോലെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ 11 മണിയായിട്ടോ. 12:30 ആകുമ്പോൾ അരനേട്ടൻ ചോറിനാൻ വരും. അപ്പോഴത്തേക്കും ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ലഞ്ച് ഉണ്ടാക്കാൻ പോട്ടെ കേട്ടോ. പിന്നെ ഈ പുല്ലൊക്കെ ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ. ഇതൊന്നും ഒരു സുഖമല്ല ഇവിടെ കണ്ടിട്ട്. അതായത് കുറച്ച് ഭാഗം മാത്രമേ പുല്ലുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെടുത്ത് കളഞ്ഞ് ഇവിടെയൊക്കെ 10 മണി മുല്ല നട്ട് വെച്ചേക്കാണ്. അത് പൂക്കുമ്പോൾ നല്ല രസമാവുമല്ലോ. മറ്റേ ഈ പുല്ലുണ്ടല്ലോ, കാണാനൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പം ഞാനതെടുത്ത് മാറ്റിയതാണ്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഈ ഭാഗമൊന്നും ഒന്നുമില്ല കിടക്കുകയായിരുന്നു. അതായത് ഇവിടെയൊന്നും ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു കേട്ടോ ചെടികളും പച്ചക്കറികളൊക്കെ വെച്ച് കൊടുത്തത്. പക്ഷേ ഞാൻ വിചാരിച്ച മുന്നിലും കൂടെ വെച്ച് കൊടുത്താൽ പൊടി കുറച്ച് കുറയുന്നു. കാരണം ഇവിടെയൊക്കെ കണ്ടോ കാറ്റടിക്കുമ്പോൾ നല്ല പൊടി വരും. അതുകൊണ്ട് ഈ ഭാഗം മൊത്തം ചെടി വെച്ചിട്ട് പൊടീനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഓരോരോ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുമായിരിക്കും ഇതൊക്കെ. കുറച്ച് ഓണച്ചെടികളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അതായത് ബോൾസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശംഖുപുഷ്പമാണ് കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഓൾ കേരള ട്രിപ്പ് പോയപ്പോൾ ചേർത്തലേന്ന് ഒരു ചേച്ചി തന്നതാണ് കേട്ടത്. നീലയുണ്ട്, വെള്ളയുണ്ട്. അപ്പോൾ കുറേ വിത്ത് നട്ടിട്ട് ഈ 2 തൈകളെ ഉണ്ടായിട്ടുള്ളൂ. ഇത് രണ്ടും 2 കളറാണെന്നറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഭാഗത്ത് ഒരു കളറും ഈ ഭാഗത്ത് വേറൊരു കളറാട്ടോ നട്ടത്. അപ്പോൾ ആ 2 ഭാഗത്തുനിന്ന് ഓരോന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ ഞാൻ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് കേട്ടോ.
ഉണ്ടാകുമായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുകാണല്ലോ, നമ്മൾ സിനിയമ്മായിൻ്റെ അടുത്ത് പോയത്. സിനിയമ്മായിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇത്. കുറേ വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഇതിലൊരു ചെറിയൊരു ഇല വന്നത്. ഇതിൻ്റെ പൂ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇങ്ങനെ ഇലയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി നമ്മൾ നാട്ടിൽ പോയപ്പോൾ വയനാട് പൂപ്പലിക്ക് പോയിരുന്നു, അമ്പലവയലിൽ. അവിടെ നിന്ന് മേടിച്ച ഒരു വിത്താണ്. കാണാൻ ഏകദേശം ഇതിൻ്റെ പൂവ് ജമന്തിയോടൊക്കെ സാമ്യമുള്ള ഒരു പൂവാണ്. അപ്പോൾ എന്തായാലും ഇതുണ്ടാവട്ടെ, ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതും അതുപോലെ തന്നെ വേറൊരു ഇലച്ചെടി, അതൊക്കെ അമ്മായിൻ്റെ അടുത്ത് ഞാൻ കൊണ്ട് നട്ടതാട്ടോ. അമ്മായിൻ്റെ അടുത്ത് ഒരുപാട് ചെടികളുണ്ട്. ഇതും അതേപോലെ തന്നെ അമ്മായിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടൊരു ഇലച്ചെടിയാണ്. ഇതായി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വാഴച്ചെടിയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് ഒക്കെ എന്തായാലും തളുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കണ്ടോ ഒരുപാട് ഷൂട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ കാറ്റത്തു നിന്ന് മാറ്റി വെച്ചപ്പോഴാണ് കേട്ടോ ഇത് ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങിയത്, അതായത് ശിഖരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. പിന്നെ ചാക്കല്ലല്ലോ, ബക്കറ്റിലാട്ടോ നട്ടേക്കുന്നത്. കൈയൊക്കെ കണ്ടോ ആകെ ഡ്രൈ ആയിരിക്കുകയാണ്, തണുപ്പായതുകൊണ്ടേ. നമ്മൾ ക്രീം തേച്ചാലും ക്രീമൊക്കെ അപ്പം തന്നെ അങ്ങ് വറ്റിപ്പോവും. പിന്നെ ഇത് ഞാൻ സിസ്റ്റർമാർ അവിടെ നിന്ന് കൊണ്ട് നട്ട ഒരു റോസയാണ്. ഇത് പൂവിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് കളറാണെന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല ഏതാ കളറെന്ന്. എന്തായാലും ഇത് പൂവിടട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആന്തൂറിയം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, ഇതുണ്ടായാൽ മതിയായിരുന്നു. ഇത് വേറൊരു തരം ഓർക്കിഡാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ നിന്നൊരു ഷൂട്ട് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇത്. ഇവിടെയൊക്കെ കുറച്ച് പണി ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും പോയി ലഞ്ച് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെയൊക്കെ കമ്പ് വെട്ടി ശരിയാക്കിയതാണ്. ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട് അല്ലേ. ഇത്രയും കമ്പ് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നെൽസൺ അവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. നനച്ച് കഴിഞ്ഞിട്ട് നെൽസനെയും കൂട്ടിയിട്ട് വേണം മണ്ണ് കളയ്ക്കാനും. ഇതൊക്കെ നമ്മൾ വെട്ടിയെന്ന് കിട്ടിയ പൂക്കളാട്ടോ. എന്തോരം പൂവാന്നറിയോ. ഇതാണ് ഞാനിത് വെട്ടാൻ മടിച്ചിരുന്നത്. ഇത്രയും പൂവ് കണ്ടോ, ഇത് ഭംഗിയല്ലേ. ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പൂവ്, ഈ ജമന്തിയൊക്കെ ഇത്രയധികം പൂത്തുക്കണ കണ്ടിട്ടുള്ളത്. നാട്ടിലൊക്കെ നമ്മളൊരു ജമന്തി നട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പൂ ഉണ്ടാവും ഞാൻ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോൾ എപ്പോഴും കുറേ കാലം കഴിഞ്ഞിട്ടൊരു പൂ ഉണ്ടാവുന്ന അല്ലാതെ ഇത്രയൊന്നും ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. ഇവിടെ പിന്നെ കുറച്ച് പൂ ഉണ്ടാവാൻ പറ്റിയ കാലാവസ്ഥയുണ്ട്, നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട്. എന്തോരം പൂവാല്ലേ, അത്രയും വെട്ടിയെന്ന് കിട്ടിയതാണ്. ഇനി എന്തായാലും താഴത്തുനിന്ന് തളുത്ത് ഉണ്ടായിക്കോളും. ഇതെന്തായാലും ഒരു തവണ കൂടെ ഞാൻ കുപ്പിയിൽ എടുത്ത് വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. അതായത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി, ഒരു പോസിറ്റീവ്നെസ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടൊക്കെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാൻ പോവാം. പിന്നെ 11 മണി ആയിട്ടുണ്ട്. ഇനിയും ചോറുണ്ടാക്കിയിട്ടില്ലേ നമുക്ക് സമയം വൈകും. ഇപ്പോൾ കണ്ട് ചെറിയതായിട്ടൊരു വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ തണുപ്പ് വരുന്നത്, അല്ലാതെ ഇത്രയധികം തണുപ്പൊന്നും ഇവർക്ക് വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓരോ ദിവസവും ഇങ്ങനെയാണ്, ഓരോരോ പണികളിലൂടെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത്. നമുക്ക് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആഫ്രിക്കയിലാണ്, മലാവിയിലാണ്, കുറച്ച് ഉള്ളിലേക്കാണ്. നമ്മൾ സിറ്റിയിലൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ കൃഷി, പൂക്കൾ, നമ്മുടെ വീട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. കാരണം ഞാനും അരഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെടീനെയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പം എന്താ പറയുക, ചെടികളാണെന്നുണ്ടെങ്കിലും ഇലച്ചെടികളാണെങ്കിലും അതുപോലെ പച്ചക്കറി ആണെങ്കിലൊക്കെ നടാനും അതിലോരോന്ന് വരുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഞാൻ മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ ഫിഷാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐസ് ഉരുകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചതാണ്. ഇത് ഉച്ചത്തേക്കല്ല, വൈകുന്നേരത്തേക്കാണ് കപ്പയും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി കുക്കിംഗ് തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറൊന്ന് ജസ്റ്റ് കഴുകി വെള്ളമൊക്കെ ആക്കിയിട്ട് വേഗം ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ ചോറുണ്ടാക്കണതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പണി തീരും കേട്ടോ ചോറുണ്ടാക്കണതൊക്കെ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കണത്. ഞാൻ സാധാരണ മുളകും തേങ്ങയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ടൊന്ന് ചതച്ചെടുക്കാറുണ്ട് പതിവ്. ഇന്ന് പിന്നെ ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. സിറാമുളകാണ് കേട്ടത്, നമ്മൾ നട്ട മുളകാണ്. സിറാമുളക് നല്ലതാട്ടോ, നല്ല വലുപ്പവും വെയിറ്റും. ഈ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ സിറാമുളക് കൃഷി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നല്ല ഇതിനെക്കാട്ടിലും ഒന്നുകൂടെ തടി വെക്കൂട്ടത്. അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും ഓരോ മുളകും. പിന്നെ പാകത്തിനുള്ള എരിവും ഉണ്ട്. ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി അരിഞ്ഞിട്ട് കേട്ടോ.
ക്യാബേജ് തോരനിൽ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, ഇഞ്ചി അരിഞ്ഞു, ഇതാക്കണ തേങ്ങ ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇടണം. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്മി വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ലഞ്ച് ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫോൺ നോക്കി ഇരിക്കാട്ടായിരുന്നു. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതൊന്നും കാണിച്ചു തന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞില്ല 11 മണി ആയിരുന്നു, ഇപ്പോൾ 12 മണി ആയിട്ട്. അപ്പോൾ ആ 12 മണീൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ചോറുണ്ടാക്കി, പിന്നെ ഒരു വെജ് സാലഡ് ഉണ്ടാക്കി, ഉള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ സ്വന്തം താളിപ്പ്, ഇന്ന് മുരിങ്ങയില താളിപ്പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ക്യാബേജ് തോരനും മുട്ടയും. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറിനട്ടെ കേട്ടോ, അരിനേട്ടൻ ചോറിനാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ രാവിലെ വെട്ടിക്കൂട്ടിയിട്ടുള്ള കുറേ ജമന്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ അടിച്ചു വരുന്ന ചൂല് കുറുന്തോട്ടി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണാൻ പറ്റും കുറുന്തോട്ടി. ഇവിടെ എല്ലാവരും കുറുന്തോട്ടീൻ്റെ ചൂലായിട്ട് ഉപയോഗിക്കുക. കാരണം തെങ്ങ് അധികം ഇല്ലാത്തതുകൊണ്ട് ഈർക്കിളി ചൂല് ഇവിടെ ആർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും കുറുന്തോട്ടീൻ്റെ ചൂലാണ് ഉപയോഗിക്കുക. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ടാണ് ആ ചൂല് ഉപയോഗിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുതിയൊരു ചൂല് വാങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ള ചൂലും കൊണ്ട് ഞാൻ ഈ ചപ്പും ചവറൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നെൽസൺ അവിടെ വേറെ എന്തോ പണിയിലാണ്. നെൽസൺ വന്നിട്ട് നമുക്ക് ചെടി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കമ്പ് അതൊക്കെ നടണം. അപ്പോൾ എന്നാൽ ഞാൻ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നെൽസൺ വന്നിട്ടുണ്ട്. നെൽസനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് കളപ്പിക്കുകയായിരുന്നു. കാരണം ആ ഭാഗം കുറച്ച് കട്ടിയാണ് കേട്ടോ, മണ്ണ് അധികം മണ്ണ് നമ്മളവിടെ ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൊത്തണം ഇത് നടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നെൽസൺ കൊത്തി തരുന്നുണ്ട്. ഞാൻ കഷ്ണം മുറിച്ച് വെച്ചിട്ട് ജമന്തിയൊക്കെ എടുത്തു കൊടുത്തു. കൊത്തിലൊക്കെ കഴിഞ്ഞു. കൊത്തുക മീൻസ് കളക്കുക, അതായത് ഓരോരോ കുഴി ഇങ്ങനെ കുഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ അത് നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെടി. ഇനി എല്ലാം ഇവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഏതൊക്കെ ചെടികൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഉണ്ടാവണത്ര ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജമന്തിൻ്റെ കമ്പൊക്കെ നട്ടതിന് ശേഷം ഞാൻ പിന്നെ നടാൻ പോണത് കുറച്ച് പയർ ഞാൻ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ടിഷ്യൂ പേപ്പറിൽ കുറച്ച് പയർ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് അടച്ച് വെച്ചതായിരുന്നു. അതിൽ ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്മ പയറുണ്ടല്ലോ, റെഡ് കളറിലുള്ള, അതായത് കിഡ്നി ബീൻസ് എന്നൊക്കെ പറയും. അതിൻ്റെ പല കളറുകളാണ്. അതായത് ഒരു വൈറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, വയലറ്റ് കളറുണ്ട്, പിന്നെ ഒരു ഗ്രേ കളറുണ്ട്. അങ്ങനെ 4-5 ടൈപ്പ് പയറും, അതായത് കിഡ്നി ബീൻസ് 4-5 ടൈപ്പ് കിഡ്നി ബീൻസും, അതുപോലെ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, നമ്മുടെ പട്ടാണിക്കടല, അത് ഫ്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മുളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുളപ്പിക്കാൻ വെച്ച ഒട്ടുമിക്ക എല്ലാ വിത്തുകളും, അതായത് പയറുകളും മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് മണ്ണിലേക്ക് ഇറക്കി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല വേര് വന്നിട്ടുണ്ട് ടിഷ്യൂലായതുകൊണ്ട് തന്നെ. പിന്നെ പെട്ടെന്ന് മുളച്ചു കേട്ടോ. ഒരു 3 ദിവസം കൊണ്ട് ഏകദേശം മുളച്ചേന്നു. പിന്നെ ഞാനൊരു 2 ദിവസം കൂടെ വെച്ചു. വെച്ചാൽ പറ്റ കുഞ്ഞിതാകുമ്പോൾ മണ്ണിലിറക്കി നടണ്ട, വെള്ളം ഒഴിക്കുമ്പോൾ കേടായി പോയാലോ വെച്ചിട്ട് കുറച്ചും കൂടെ അതിൻ്റെ തണ്ട് വളരാൻ വേണ്ടി വെച്ചിട്ടു. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ മുളപ്പിച്ചതെല്ലാം പച്ച പയറുകളാണ്. അതായത് പച്ചപ്പയർ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഉണങ്ങാത്ത പയർ. ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തൊപ്പി വെച്ചിട്ടാണ് കേട്ടോ പുറത്തിറങ്ങാറ്. ഈ ചെവി കൂടെ ഭയങ്കര തണുത്ത കാറ്റടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വരും, തലവേദന വരും. അത് കാറ്റ് മാത്രമല്ല, ഭയങ്കര തണുത്ത കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. തങ്കുവോ, അയ്യോ തങ്കു, ഫിനിഷ്. ഇടയിൽ കൂടെയാണ് ഓടി നടക്കുന്നത്. തങ്കുമണിയേ, തങ്കു ഡാ തങ്കം. തങ്കുവിൻ്റെ മുടിയൊക്കെ വളർന്നു കേട്ടോ. അപ്പോൾ സുന്ദരനായി, മുടിയൊക്കെ വളർന്ന് ശുണ്ടുകുട്ടനായി. പിന്നെ മണിയേ, തങ്കുമണിയേ, സുന്ദരൻ്റെ മുഖം നോക്കട്ടെ. മണ്ണാണല്ലോ സുന്ദര. തങ്കുമണിയേ, തങ്കുവിൻ്റെ മൂട്ടിലൊക്കെ ഇതാക്കണേ. എടാ എൻ്റെ മൂട്ടിലൊക്കെ ഇതാ രോമത്തിൽ ചമ്മല. തങ്കു ആ മുളകും തയ്യൊക്കെ ഇങ്ങോട്ട് വാ. വിളിച്ചാലൊക്കെ ഭയങ്കര അനുസരണം. ഇങ്ങോട്ട് വന്നു പറയുമ്പോൾ അങ്ങോട്ട് പോണ പട്ടിക്കുട്ടി കേട്ടോ. മോനെ തങ്കു, എങ്ങടാ? ഇങ്ങോട്ട് വാ വാ വാ. നമ്മുടെ ചോളൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ചോള ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റിൽ പോകും കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, കാറ്റായതുകൊണ്ട്
ചോളത്തിന് ഇത്ര ഹൈറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ചോളമെല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവിട്ടാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോളത്തിൻ്റെ അതായത് ഓരോ കോൺ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ചോളത്തിന് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഓരോ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം ഇത് നല്ല മധുരം കേട്ടോ. മധുരം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചോളം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഒരാൾ ഇവിടെ. എന്താ മോനെ എന്തരാ കുഞ്ഞിത്തങ്കു വളർന്ന് വലിയ കുട്ടിയായല്ലോ. നമുക്ക് മടിയെ കത്തലടാം. അപ്പോൾ ഇതേ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പണികളൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര വൈകുന്നേരമായി കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് മീൻകറിയും കപ്പയും ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കാരണം എഡിറ്റ് ചെയ്യുന്നത് ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈ ഐഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഐഫോണിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഫോൺ വെച്ചിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ കുറച്ച് എഡിറ്റിങ്ങും കമൻറ്റ് കൊടുക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കമൻറ്റുകൾ ഇനിയും കൊടുക്കാനുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെയും മലാവി ഡയറീൻ്റെയും ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയമായത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.